Hello my dear students, welcome back to digestion and absorption chapter. The last video we discussed about the digestion of or the breaking down of complex food materials to simple glucose, simple galactose, simple amino acid, simple fatty acid, glycerol. ഈ ഫുഡ് മെറ്റീരിയൽസ് എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് സിമ്പിൾ ഷുഗേഴ്സോ സിമ്പിൾ അമിനോ ആസിഡോ ആക്കി മാറ്റിയാൽ മാത്രം മതിയോ? നോ, they have to be transported to different parts of our body so that they can be utilized. ഇവരെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കൂ. So in this video we are going to discuss about that process which transport these digested food materials, that is our simple glucose, simple galactose, simple amino acid, fatty acid, glycerol are transported to different parts of the body for their utilization. ആ പ്രോസസ്സിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകാൻ പോകുന്നത്. So after digestion, our digested simple materials now reach ileum. Ileum is the third part of small intestine. Small intestine third part ആണ്. ഇലിയത്തിൽ എത്തിക്കഴിഞ്ഞു. You can see many finger-like projections in ileum. ഇലിയത്തിൽ ഒരുപാട് finger-like projections നിങ്ങൾക്ക് കാണാം. What is that finger-like projection? Yes, it is villi. It is villi. So we can see many villi. And between those villi, we can see glucose, amino acid, minerals. Kore glucose ne, amino acid ne, minerals ne namak kana. They have to be taken to blood so that only these materials are transported to different parts of body. ഇപ്പോൾ ആ വില്ലേക്ക് ചുറ്റും കിടക്കുന്ന ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ എല്ലാം ഉള്ളത് എവിടെയാ? ഇൻഡസ്റ്റൈൻ്റെ ലൂമനിലാണ്, ലൂമൻ ഓഫ് ഇൻഡസ്റ്റൈൻ. സോ ദിസ് സബ്സ്റ്റൻസ് ഹാസ് ടു ബി ടേക്കൺ ടു ബ്ലഡ്, ബ്ലഡിലേക്ക് എടുക്കണം, എന്നാൽ മാത്രമേ ശരീരത്തിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. സോ ദേ ആർ നൗ ടേക്കൺ ടു ദി കാപ്പിലറീസ് ഓഫ് വില്ലൈ. വില്ലയിലുള്ള ക്യാപ്പിലറീസിലോട്ട് നമ്മുടെ ഗ്ലൂക്കോസും അമിനോ ആസിഡും എല്ലാം മൂവ് ചെയ്യുന്നു. ക്യാപ്പിലറീസിലോട്ട് ബ്ലഡിലോട്ട് സോലിബിൾ ആവാത്ത ഫാറ്റി ആസിഡുകൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ലാക്റ്റിയൽ എന്ന ലിംഫ് വെസലിലോട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഫ്രം ദാറ്റ് ദേ ആർ ടേക്കൺ ടു ബ്ലഡ് ആൻഡ് ലിംഫ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഡൈജസ്റ്റഡ് മെറ്റീരിയൽസ്, soluble materials, simple materials from lumen of intestine or lumen of alimentary canal to blood is called absorption. Is called absorption. നമ്മുടെ ലൂമനിൽ, എലമെന്ററി കനാലിന്റെ ലൂമനിൽ കിടക്കുന്ന ഡൈജസ്റ്റഡ് ആയിട്ടുള്ള സോലിബിൾ സിമ്പിൾ മെറ്റീരിയൽസ് ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ. We call it as absorption. We are going to discuss about absorption in this video. Absorption or that transport mechanism mainly takes place by two ways. രണ്ട് മെക്കാനിസത്തിലൂടെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. പാസീവ് ട്രാൻസ്പോർട്ട് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പാസീവ്, വെറുതെ സിമ്പിളായി നടക്കുക, ആ ടേമിൽ തന്നെയുണ്ട്, സിമ്പിളായി നടക്കുന്ന, വെറുതെ നടക്കുന്ന അബ്സോർപ്ഷൻ, ദാറ്റ് ഈസ് പാസീവ് ട്രാൻസ്പോർട്ട് ഓർ പാസീവ് അബ്സോർപ്ഷൻ. ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, വളരെ ഊർജത്തോടെ എനർജറ്റിക് ആയി നടക്കുന്ന ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ, അതാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ. അപ്പോൾ എന്താണ് പാസീവ് അബ്സോർപ്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഹിയർ യു ക്യാൻ സീ എ മെംബ്രെയിൻ. നിങ്ങൾക്കൊരു മെംബ്രെയിൻ കാണാം. It can be the membrane that separate the lumen and the intestine cell. ഇൻഡസ്റ്റൈനിൽ ബ്ലഡുമായി കോണ്ടാക്ട് ചെയ്ത് കിടക്കുന്ന സെല്ലിനെയും ഇൻഡസ്റ്റൈൻ്റെ ലൂമിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിൻ ആവാം ഇത്. ഇറ്റ് ക്യാൻ ബി എനി മെംബ്രെയിൻ. ആൻഡ് എബോവ് ദാറ്റ് യു ക്യാൻ സീ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. ഒരുപാട് സൊല്യൂട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. ചിലപ്പോൾ ആ സൊല്യൂട്ടുകൾ ഗ്ലൂക്കോസ് ആവാം, അമിനോ ആസിഡുകൾ ആവാം, minerals ആവാം. So high concentration of solute you can see above the membrane, and below the membrane you can see low concentration of solute. സൊല്യൂട്ടുകളുടെ low concentration കാണാം. So passive transport is the transport or movement of solutes from higher concentration to lower concentration without energy.
ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് സൊല്യൂട്ടുകൾ മൂവ് ചെയ്യുന്നത് ആരുടെ സഹായമില്ലാതെ, വിത്തൗട്ട് ദി സപ്പോർട്ട് ഓഫ് എനർജി, ഈസ് വാട്ട് വി കോൾ പാസീവ് ട്രാൻസ്പോർട്ട്. Passive transport. So passive transport is the movement of solute particles, which can be either glucose, galactose, amino acid, minerals. It can be any solute from higher concentration to lower concentration without the expenditure or without the help of energy. That is what we call passive transport. When we are looking to active transport, here you can see low concentration of H+, hydrogen ion in the low concentration നിങ്ങൾക്ക് കാണാം. Here you can see high concentration of H+, ions നിങ്ങൾക്ക് കാണാം, H+ ions. And in between these concentration gradient എന്ന് പറഞ്ഞാൽ വ്യത്യാസം, concentration gradient, you can see a membrane. നിങ്ങൾക്ക് ഒരു membrane കാണാം. So when these solutes are moved from or transported from a region of lower concentration to a region of higher concentration with the use of energy, with the expenditure of energy ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടുകളെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യിക്കുന്ന ട്രാൻസ്പോർട്ട് മെക്കാനിസമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇറ്റ് ഈസ് active transport. So from lower concentration to higher concentration with the use of energy is active transport. എന്തിനാ അവിടെ എനർജി യൂസ് ചെയ്യുന്നത്? നമുക്ക് സ്വാഭാവികമായും കോമൺ സെൻസ് വെച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഒരു സ്പ്രേ അടിച്ചു, ഒരു പെർഫ്യൂം നമ്മൾ സ്പ്രേ ചെയ്തു. അതിൻ്റെ അടുത്ത് ആ പെർഫ്യൂമിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ആ ഫ്രാഗ്രൻസ്, ആ ഓർഡർ തരുന്ന സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, ദൂരെ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ആ ഫ്രാഗ്രൻസ് തരുന്ന പാർട്ടിക്കിൾസ് പതുക്കെ മൂവ് ചെയ്ത് ഇവിടേക്ക് വരും. കാര്യം ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്, അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഇത് ഇവിടെ എത്തും. എന്നാൽ ഇവിടെ പെർഫ്യൂമിന് ഫ്രാഗ്രൻസ് നൽകുന്ന പാർട്ടിക്കിളിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ആ കൂടുതലുള്ള ഏരിയയിലോട്ട് നമ്മൾ വേറെ കുറെ പാർട്ടിക്കിൾസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചാലോ? ദി പ്രോബ്ലം ഈസ് ദാറ്റ് ഇവിടെയുള്ള പാർട്ടിക്കിൾസ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പാർട്ടിക്കിൾസിന് ഇതിലോട്ട് കയറ്റണമെങ്കിൽ വി ഹാവ് ടു പുട്ട് എക്സ്ട്രാ എനർജി, നമ്മൾ കുറച്ചുകൂടി എനർജി കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ലോവർ കോൺസെൻട്രേഷനിലുള്ള ഏരിയയിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനുള്ള ഏരിയയിലേക്ക് പാർട്ടിക്കിൾസിനെ, സൊല്യൂട്ട്സിനെ നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പുട്ട് എക്സ്ട്രാ എനർജി. ആൻഡ് ദാറ്റ് എനർജി ഈസ് വാട്ട് യൂസ്ഡ് ഇൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആ എനർജിയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ യൂസ് ചെയ്യുന്നത്. So I hope you get the difference between passive transport and active transport. Now we are moving to different categories of passive transport. Passive transport in the different categories like nammal poveyanu. Passive transport is mainly divided into simple diffusion, facilitated diffusion and osmosis. Simple diffusion, facilitated diffusion and osmosis. Simple diffusion, facilitated diffusion and osmosis. Moving to simple diffusion, here you can see the membrane, high concentration of glucose, amino acid, chlorine. Glucose inde amino acid inde chlorine ningalku കാണാം. We depict those solutes with the color. Glucose ne nammal brown color കൊണ്ടും amino acid ne nammal pink color കൊണ്ടും chlorine നമ്മൾ green color കൊണ്ട് depict ചെയ്തു. So you can see high concentration of glucose, amino acid, chlorine. Here you can see the membrane. നിങ്ങൾക്ക് ഇവിടെ membrane കാണാം. Below that the concentration of this glucose, this amino acid, this chlorine is low. So low concentration of solute, high concentration of solute. In between a membrane is there. So the movement of these solutes, glucose, chlorine, amino acid from higher concentration to lower concentration without energy, simply what we call passive transport. അത് തന്നെയാണ് simple diffusion. അത് തന്നെയാണ് simple diffusion. So you can see this brown colored glucose, pink colored amino acid, green colored chlorine ion, ഇതെല്ലാം lower concentration simply move ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. So those digested materials which are simply diffused are glucose, amino acid and chloride ions. ഇതാണ് പാസീവ് ട്രാൻസ്പോർട്ടിലെ ഡിഫ്യൂഷൻ. പാസീവ് ട്രാൻസ്പോർട്ടിലെ ഡിഫ്യൂഷൻ.
സോ ഡിഫ്യൂഷൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അബ്സോർബ് ചെയ്യപ്പെടുന്നത് ആരൊക്കെയാ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ക്ലോറൈഡ് അയോൺസ്. Now we are moving to facilitated diffusion. Here you can see high concentration of yellow colored fructose and pink colored amino acid. ഇവിടെ high concentration of fructose, yellow colored ആയിട്ടുള്ള fructose, pink colored ആയിട്ടുള്ള amino acid നിങ്ങൾക്ക് കാണാം. Here you can see low concentration of amino acid and fructose. Their concentration is high there, but in intestinal cell their concentration is low. Intestinal cell concentration കുറവാണ്. There is movement of fructose and amino acid like solutes from a region of higher concentration to a region of lower concentration with the help of a carrier protein. ആ മെംബ്രെയിനിൽ നിങ്ങളൊരു ചാനൽ കണ്ടോ, ഒരു വഴി കണ്ടോ, ഒരു പാത്ത് കണ്ടോ? ആ മെംബ്രെയിനിലുള്ള ആ പ്രോട്ടീനെ നമ്മൾ മെംബ്രെയിൻ പ്രോട്ടീൻ അല്ലെങ്കിൽ കാരിയർ, എന്തോന്നിനെയോ ക്യാരി ചെയ്യുന്ന പ്രോട്ടീൻ, കാരിയർ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ആരുടെയോ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷൻ. ആരാണ് അവിടുത്തെ സഹായി? അവർ മെംബ്രെയിൻ പ്രോട്ടീൻ ഓർ അവർ കാരിയർ പ്രോട്ടീൻ. With the help of this carrier protein, solutes like fructose and amino acids are transported from lumen to intestinal cell. This is what we call facilitated diffusion. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Facilitated diffusion എന്ന് വിളിക്കുന്നത്. Remember, fructose and amino acids are the substances that are transported using facilitated diffusion. Facilitated diffusion വഴി അബ്സോർബ് ചെയ്യുന്നത് ആരൊക്കെയാ? Fructose and amino acid with the help of the carrier protein. Moving to the next category of passive transport, it is osmosis. Enda osmosis? Here you can see a beaker with a blue colored water molecule. നിങ്ങൾക്ക് കാണാം. And that beaker have a membrane in between. സെന്ററിൽ കൂടെ ഒരു മെംബ്രെയിൻ താഴത്തേക്ക് പോകുന്നുണ്ട്. അതിനപ്പുറത്തായിട്ടും ബ്ലൂ കളേർഡ് വാട്ടർ മോളിക്യൂൾ കാണാം. നെക്സ്റ്റ് ലെയറിൽ നിങ്ങൾക്ക് ബ്ലൂ കളേർഡ് വാട്ടർ മോളിക്യൂൾ കാണാം. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ മെംബ്രെയിൻ. അവരൊരു മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് വി പോർ യൂറിയ ടു വൺ സൈഡ് ഓഫ് ദി ബീക്കർ. ബീക്കറിന്റെ ഒരു സൈഡിലേക്ക് നമ്മൾ എന്ത് ഒഴിക്കുന്നു? യൂറിയ ഒഴിക്കുന്നു. Therefore, the concentration of urea is high on the right side. രണ്ടിടത്തും നേരത്തെ ഈക്വൽ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആയിരുന്നു. പക്ഷെ നമ്മൾ യൂറിയ ഒഴിക്കുമ്പോൾ വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം റിലേറ്റീവ്ലി റൈറ്റ് സൈഡിൽ കുറയും. കാര്യം കുറെ യൂറിയ ഇപ്പൊ അധികം വന്നു. So we can say that in left side water molecules number is high, on right side water molecules number is low. So water molecules will move from the region of its higher concentration, water molecule in the higher concentration, to region of its lower concentration, water molecule in the lower concentration, through a membrane, ഒരു മെംബ്രെയിനിലൂടെ. അപ്പോൾ റൈറ്റ് സൈഡിൽ വാട്ടർ മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ കുറവ്, ലെഫ്റ്റ് സൈഡിൽ വാട്ടർ മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മെംബ്രെയിനിലൂടെ വാട്ടർ മോളിക്യൂൾ പോകുന്നു. ദിസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൺ ഓഫ് ഇറ്റ്സ് വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷൻ to a region of its water molecules lower concentration is called osmosis only if it happens through a membrane. ഒരു മെംബ്രെയിനിൽ കൂടി ഈ വാട്ടർ മോളിക്യൂൾ കടന്നു പോകുന്നു. And that membrane is semi-permeable membrane. എല്ലാ മോളിക്യൂൾസിനെയും എല്ലാ സൊല്യൂട്ടിനെയും കടത്തിവിടുന്ന മെംബ്രെയിൻ ആകരുത്. It should only allow water molecules to move. Semi-permeable, പാതി മാത്രം പെർമിറ്റ് ചെയ്യുന്ന, വാട്ടറിനെ മാത്രം പെർമിറ്റ് ചെയ്യുന്ന semi-permeable membrane. So എന്താ ഓസ്മോസിസ്? Osmosis is the movement of water molecules from its region of higher concentration to its region of lower concentration through a semi-permeable membrane. So now let us move to the osmosis in our body. നമ്മുടെ ബോഡിയിൽ ഓസ്മോസിലേക്ക് പോകാം. Here you can see higher concentration of water molecules. Here you can see lower concentration of water molecules. ഇതാണ് നമ്മുടെ lumen side. ഇത് നമ്മുടെ intestinal cell side. They are separated by a semi-permeable membrane. So from a region of higher concentration of water molecules in the lumen,
water molecules will move through the semi-permeable membrane to reach a region where there is lower concentration of water molecules. That is our intestinal cell. അപ്പോൾ ലൂമനിൽ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉള്ളത് കൊണ്ട് സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി ആ വാട്ടർ മോളിക്യൂൾസ് കടന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഇൻഡസ്ട്രിയൽ സെല്ലിൽ എത്തുന്നു. സോ ദിസ് ഈസ് ഓസ്മോസിസ്. അവിടെ എങ്ങും എനർജി യൂസ് ചെയ്തില്ല. സോ ഇറ്റ് ഈസ് പാസീവ് ട്രാൻസ്പോർട്ട്. അതുകൊണ്ട് അതെന്താണ്? പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് ഡിഫ്യൂഷൻ വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ക്ലോറൈഡ് അയോൺസ്. ക്ലോറൈഡ് അയോണും ഗ്ലൂക്കോസും അമിനോ ആസിഡുകളുമാണ് ഡിഫ്യൂഷൻ വഴി അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഫ്രക്ടോസും അമിനോ ആസിഡുകളുമാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി അബ്സോർബ് ചെയ്യുന്നത്. വാട്ടർ മോളിക്യൂൾസിന്റെ അബ്സോർഷൻ നടക്കുന്നത് ഓസ്മോസിസ് വഴിയാണ്. നൗ വി ആർ മൂവിങ് ടു ആക്റ്റീവ് അബ്സോർഷൻ. ആക്റ്റീവ് അബ്സോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹിയർ യു ക്യാൻ സി ഓൺ ദി ലൂമിനൽ സൈഡ്, ലൂമന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം യെല്ലോ കളേർഡ് സോഡിയം അയോൺസ്, യെല്ലോ നിറത്തിലുള്ള സോഡിയം അയോൺസ്, ബ്രൗൺ കളേർഡ് ഗ്ലൂക്കോസ്, ബ്ലൂ കളേർഡ് ഗാലക്ടോസ് ആൻഡ് പിങ്ക് കളേർഡ് അമിനോ ആസിഡ്. അപ്പോൾ ബ്രൗൺ കളറുള്ള ഗ്ലൂക്കോസും ബ്ലൂ കളറുള്ള ഗാലക്ടോസും പിങ്ക് കളറുള്ള അമിനോ ആസിഡും യെല്ലോ കളറുള്ള സോഡിയം നിങ്ങൾക്ക് ലൂമിനൽ സൈഡിൽ കാണാം. ആൻഡ് ദേ ആർ ഹാവിങ് ലോ കോൺസെൻട്രേഷൻ. അവർക്ക് എന്താ ഉള്ളേ? ലോ കോൺസെൻട്രേഷനാണ് ഉള്ളേ. ഇൻ ദി ഇൻഡസ്റ്റൈനൽ സൈഡ് യു ക്യാൻ സി ഹൈ കോൺസെൻട്രേഷൻ. നേരത്തെ ഡിഫ്യൂഷൻ വഴിയൊക്കെ എത്തിയ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസും അമിനോ ആസിഡും ഗാലക്ടോസും സോഡിയം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ മെംബ്രെയിൻ. അവിടെ ഒരു മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ട്രാൻസ്പോർട്ട് ഓഫ് glucose, galactose, sodium, amino acid like a solute from a region of lower concentration to a region of higher concentration from lumen to intestinal cell with the help of energy, is called active absorption. അപ്പോൾ ആദ്യമേ ഡിഫ്യൂഷൻ വഴി കുറേ ഗ്ലൂക്കോസ് ഒക്കെ വന്ന് ഇൻഡസ്ട്രിയൽ സെല്ലിൽ എത്തുമ്പോൾ ഇൻഡസ്ട്രിയൽ സെല്ലിൽ അവരുടെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ അവസാനമുള്ള ഗ്ലൂക്കോസ് ലൂമിനൽ സർഫസിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞായിരിക്കും കിടക്കുന്നത്. അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എനർജി. സോ വി ക്യാൻ സി sodium, amino acid, galactose, glucose. These are the substances that are absorbed by active absorption. So we discussed the absorption of glucose, galactose, amino acids, chloride ions, sodium ions. We missed something, right? നമ്മൾ ഒരു സാധനത്തിന് മിസ് ചെയ്തില്ലേ? Yes, it is our simple fat, fatty acids and glycerol. ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും അബ്സോർപ്ഷൻ നമ്മൾ പറഞ്ഞില്ല. ആക്ച്വലി ദിസ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇസ് ഇൻസോല്യൂബിൾ ഇൻ ബ്ലഡ്. ബ്ലഡിൽ ഇവർ ഇൻസോല്യൂബിൾ ആണ്. സോ ഇൻ ഓർഡർ ടു അബ്സോർബ് ദിസ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ they have to be converted to a new form which is soluble in blood. ബ്ലഡിൽ സോല്യൂബിൾ ആവുന്ന മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ഈ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും കൺവേർട്ട് ചെയ്യണം. Who will help in it? Let us look. Here we can see the bile salts present in our bile juice. നമ്മുടെ bile ജ്യൂസിലുള്ള bile salt നിങ്ങൾക്ക് കാണാം. Right over there you can see our fatty acid and glycerol. Fatty acid and glycerolനെയും കാണാം, നമ്മുടെ bile saltനെയും കാണാം. This bile salt along with the phospholipids as well as cholesterol present in our bile juice combine with this fatty acid and glycerol to form a new structure called micelles. ഇപ്പോൾ നമ്മുടെ ബയൽ ജ്യൂസിലുള്ള ബയൽ സാൾട്ടും അതിനോടൊപ്പം ബയൽ ജ്യൂസിൽ തന്നെയുള്ള കൊളസ്ട്രോളും ഫോസ്ഫോലിപ്പിഡും നമ്മുടെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡിലും ഗ്ലിസറോളിലും വന്ന് കമ്പൈൻ ചെയ്യും. ആൻഡ് ദേ ഫോം ദി ന്യൂ സ്ട്രക്ചർ കോൾഡ് മീസൽസ്. സോ മീസൽസ് ആർ ദി സ്ട്രക്ചേഴ്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കോമ്പിനേഷൻ ഓഫ് fatty acid or glycerol with bile salt along with phospholipid and cholesterol from bile juice. So here you can see a micelle. ഒരു micelle നിങ്ങൾക്ക് കാണാം. In the center of the micelle you are seeing our fatty acid or glycerol and it is surrounded by our bile salt. ബയൽ സാൾട്ടിൻ്റെ വെളിയിലുള്ള എക്സ്റ്റേണലി ഉള്ള സ്പിറിക്കൽ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. ദേ ആർ പോളാർ ഇൻ നേച്ചർ, ചാർജ് ഉള്ള ഭാഗങ്ങളാണ്. ദേ ആർ സോല്യൂബിൾ ഇൻ ബ്ലഡ്. അപ്പോൾ ഈ പുറമേ ഉള്ള സ്പിറിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് സോല്യൂബിൾ ഇൻ ബ്ലഡ്.
അകത്തുള്ള ടെയിൽ പോർഷൻ ഇൻസോലിബിൾ ഇൻ ബ്ലഡ് ആണ്, ബട്ട് ദേ ക്യാൻ അറ്റാച്ച് ടു അവർ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അപ്പോൾ ടെയിൽ പോർഷൻ ഫാറ്റി ആസിഡും ഗ്ലിസറോളിനെ പിടിച്ച് വയ്ക്കുകയും സ്പിറിക്കൽ പോർഷൻസ് നമ്മുടെ ബ്ലഡിൽ സോലിബിൾ ആവുകയും ചെയ്യും. സോ ദിസ് ഈസ് മീസൽ. This micelle is now ready to get absorbed into the intestinal cell. Intestine സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഇപ്പോൾ ആര് റെഡിയാണ്? മീസൽസ് ആർ റെഡി. സോ ദിസ് മീസൽസ് are gradually moving to the intestinal cell. You can see the brush bordered intestinal cell. Brush bordered intestinal സെല്ലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ brush bordered intestinal സെല്ലിലോട്ട് നമ്മുടെ മീസൽസ് എൻ്റർ ചെയ്യുന്നു. Intestinal cells are normal eukaryotic cell. അതുകൊണ്ട് തന്നെ ആ സെല്ലുകളിൽ സെൽ ഓർഗനൽസ് കാണും. Here you are seeing the cell organelle of intestinal cell called the endoplasmic reticulum. Called the endoplasmic reticulum. Endoplasmic reticulum. Endoplasmic reticulum എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൻ്റെ, ഒരു യൂക്കാരിയോട്ടിക് സെല്ലിൽ കുറച്ച് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു സെൽ ഓർഗനലെയാണ്. The function performed by this cell organelle, endoplasmic reticulum, is protein production. ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോട്ട് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോട്ട് നമ്മുടെ മീസല് കടന്നു കയറി. സോ വെൻ ദിസ് മീസൽ ഈസ് മൂവിംഗ് ത്രൂ ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, proteins are formed by the endoplasmic reticulum which covers our measles. So when these measles get exit out from the endoplasmic reticulum, the measles will be surrounded by proteins. പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെ നമ്മുടെ മീസൽസ് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് നമ്മുടെ മീസൽസിനെ കവർ ചെയ്യും. സോ ദി മീസൽസ് ദാറ്റ് എക്സിറ്റ് ഔട്ട് ഫ്രം ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിൽ ബി കവേർഡ് ബൈ പ്രോട്ടീൻസ്. സോ ദാറ്റ് ന്യൂ സ്ട്രക്ചർ ഫോംഡ് ബൈ ദി കവറിംഗ് ഓഫ് measles by protein coated measles is called chylomicrons. പ്രോട്ടീൻ കോട്ട് ചെയ്ത മീസലുകളെ നമ്മൾ കൈലോമൈക്രോൺസ് എന്ന് വിളിക്കും. ഹിയർ യു ക്യാൻ സി എ കൈലോമൈക്രോൺ. നമുക്കൊരു കൈലോമൈക്രോൺ കാണാം. നമ്മുടെ സെൻറ്റർ പോർഷനിൽ മീസലും അതിൻ്റെ ചുറ്റുമായിട്ട് കളർഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. ദിസ് ഈസ് വാട്ട് വി കോൾ കൈലോമൈക്രോൺസ്. This chylomicrons is soluble in blood. ബ്ലഡിൽ ഈ കൈലോമൈക്രോൺസ് സോലുബിൾ ആണ്. സോ ദിസ് കൈലോമൈക്രോൺസ് now move to large lymph vessel called lacteal first. ആദ്യമേ അവർ ബ്ലഡിലേക്കല്ല ഇറങ്ങുന്നത്, അവരാദ്യമേ ലാക്റ്റിയലിലേക്ക്, നമ്മുടെ നേരത്തെ ഡിസ്കസ് ചെയ്ത ലാർജ് ലിംഫ് വെസലായ വില്ലയിലുള്ള ലാർജ് ലിംഫ് വെസലായ ലാക്റ്റിയലിലേക്കാണ് നമ്മുടെ ഈ കൈലോമൈക്രോൺസ് ഇറങ്ങുന്നത്. ജനറലി നോർമൽ അബ്സോർപ്ഷൻ വഴി അബ്സോർബ് ചെയ്യപ്പെടുന്ന ഡൈജസ്റ്റഡ് മെറ്റീരിയൽസ് ബ്ലഡിലോട്ട് പോകും. പക്ഷേ ഇവിടെ നോർമൽ അബ്സോർപ്ഷൻ അല്ലായിരുന്നല്ലോ, കുറേ മോഡിഫിക്കേഷൻസ് വരുത്തി. സോ ദേ കോൺ ബി ഡയറക്ട്ലി മൂവ്ഡ് ഇൻ ടു ബ്ലഡ്. ഇൻസ്റ്റഡ് ദേ ഹാവ് ടു ട്രാവൽ ത്രൂ ദി ലാർജ് ലിംഫ് വെസൽ ലാക്റ്റിയൽ. അവരിപ്പോൾ ലാക്റ്റിയലിലേക്ക് ഇറങ്ങി. ഇവഞ്ച്വലി ദേ വിൽ ബി ഡ്രിവൺ ടു ദി ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിലോട്ട് ആ കൈലോമൈക്രോൺസ് ഇറങ്ങിക്കോളും. ഇവഞ്ച്വലി ഫൈനലി ഇറ്റ് വിൽ റീച്ച് ദെയർ. So the absorption of fat includes the fatty acids and the glycerol is combined with the bile salt, the phospholipid, the cholesterol from the bile juice to form a new structure called micelles. These micelles now enter the intestinal cell where it moves through the endoplasmic reticulum of the intestinal cell, and proteins produced by the endoplasmic reticulum covers our micelles to form a new structure called chylomicrons. These chylomicrons are absorbed or taken into the large lymph vessel called lacteal, which eventually drain these chylomicrons to blood. So this is the absorption of fat, digested materials called fatty acid and glycerol. Fat in the digestion ആണ് നമ്മളിപ്പോൾ സമ്മറൈസ് ചെയ്തത്. My dear students, you know that digestion is almost completed in duodenum of small intestine. Small intestine duodenum വെച്ച് almost digestion complete ചെയ്തു. And this absorption takes place in jejunum and ileum of our small intestine. But there are some other parts in our alimentary canal or in our digestive system where absorption takes place. Absorption നടക്കുന്ന digestive systemത്തിന്റെ മറ്റു ചില പാർട്ടുകൾ കൂടെ ഉണ്ട്. Let us look into it. They are mouth, stomach,
small intestine, large intestine. So mouth, stomach, small intestine, large intestine. Small intestine ubari, there are three more areas where absorption takes place. They are mouth, stomach and large intestine. Here you can see in our mouth, the mucosa of mouth or the portion under our tongue can absorb certain drugs. ദാ ഇവിടെ കാണുന്ന ഡ്രഗ് ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് കാണാം, അത് നമ്മുടെ ടങ്ങിനടിയിൽ വെച്ചിരിക്കുകയാണ്. ഇറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ഫ്രം ദി മ്യൂക്കോസ ഓഫ് മൗത്ത്. സോ ദർ ഈസ് അബ്സോർപ്ഷൻ ഇൻ മൗത്ത്. ഇൻ സ്റ്റൊമക് ദർ ഈസ് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ഷുഗേഴ്സ്, വളരെ സിമ്പിൾ ഷുഗേഴ്സ്, ബ്രേക്ക് ഡൗൺ ചെയ്ത സിമ്പിൾ ഷുഗേഴ്സ്, ആൽക്കഹോൾ and water. So there is absorption of simple sugars, alcohol and water in stomach. The absorption that takes place in small intestine we already discussed. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെ അബ്സോർപ്ഷനാണ് നടക്കുന്നതെന്ന്. In large intestine there is absorption of some drugs, water, minerals. So in large intestine there is absorption of drugs, water and minerals. So now you can see a summarized table of absorption of different materials in different parts of our digestive system. Now these digested materials are absorbed into our blood. It has to be taken to different parts of our body so that each cell can utilize these digested materials to produce എനർജി. ഇപ്പോൾ അബ്സോർബ് ചെയ്ത ഡൈജസ്റ്റഡ് മെറ്റീരിയൽസ് നമ്മുടെ ബ്ലഡിലുണ്ട്. ഇത് നമ്മുടെ ബോഡിയുടെ പല പാർട്ടുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്താൽ, ത്രൂ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്താൽ മാത്രമേ ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള സെല്ലുകൾക്ക് ഈ ഡൈജസ്റ്റഡ് മെറ്റീരിയൽസിനെ അപ്ടേക്ക് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്ത് അതിനെ ഉപയോഗിച്ചുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദ പ്രോസസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് absorbed digested food materials to produce energy in cells of different parts of our body is called assimilation. അപ്പോൾ ഡൈജസ്റ്റഡ് മെറ്റീരിയൽസ് ബ്ലഡിൽ അബ്സോർബ് ചെയ്ത് ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള സെല്ലുകളിലെത്തി ആ സെല്ലുകൾ ആ ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസിനെ ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ അസിമിലേഷൻ എന്ന് വിളിക്കുന്നത്. ദ യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് ഈസ് കോൾഡ് അസിമിലേഷൻ. സ്റ്റുഡൻസ്, യു ഓൾറെഡി നോ ദാറ്റ് there are some materials, some food materials which is left undigested, which is left unabsorbed ആയിട്ട് undigested ആയിട്ട് കുറച്ച് ഫുഡ് മെറ്റീരിയൽസ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുണ്ട്. ദീസ് undigested unabsorbed food materials is called feces. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. This feces is now transported to sigmoid colon rectum where it is temporarily stored, and by the process defecation it is ejected out. The process of removal of this undigested food materials outside the body is called egestion. അതിനാണ് നമ്മൾ particularly defecation എന്ന് വിളിക്കുന്നത്. So we can generalizely call it as egestion. The process of removal of this undigested food materials out of the body is called egestion. So in this video we dealt with the absorption of different digested food materials like glucose, galactose, fructose, amino acid, sodium, chloride, fatty acid, glycerol, and different sites of absorption in the digestive system. And we dealt about assimilation and egestion. With the continuation of the chapter, I will be back to you in the next video. Thank you.